പ്രാക്കട പ്രാക്ക് കിട്ടും ഇവിടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ. പണ്ടത്തെ പോലെയല്ലിന്ന് ജീവിത ചിലവുകൾ, വെറുതെ പ്രാന്താകുമതോർത്തോണ്ടിരുന്നാൽ. നിത്യദൂർത്തടി കഷ്ടമാർന്ന ഭരണം, കൈമണി നിമ്രവം. സത്യത്തിനെന്നും ഇവിടെ സ്ഥിരമാണ് മരണം, ലക്ഷ്യം പണം വാരണം. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളുകൾ വേണം, ഇനി വേണം മൊത്തം കോളം കേരളം. ആദി പിടിച്ചു നടന്നു ജനങ്ങൾ, അന്തമില്ലാത്ത കടങ്ങളിൽ മുങ്ങി. ആദി പിടിച്ചു നടന്നു ജനങ്ങൾ, അന്തമില്ലാത്ത കടങ്ങളിൽ മുങ്ങി. വികസനമെന്നൊരു പേരു പറഞ്ഞ്, വികസനമെന്നൊരു പേരു പറഞ്ഞ് നേതാക്കൾ കോടികൾ വിഴുങ്ങി വിഴുങ്ങി വിഴുങ്ങി. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളിനി വേണം, ഇനി വേണം മൊത്തം ചളം കേരളം. ഭാവി തുലച്ചു കളഞ്ഞു സ്റ്റുഡൻസിൻ, സ്വാശ്രയക്കാരുടെ കീശ നിറഞ്ഞു. ഭാവി തുലച്ചു കളഞ്ഞു സ്റ്റുഡൻസിൻ, സ്വാശ്രയക്കാരുടെ കീശ നിറഞ്ഞു. പഠിച്ചു വളരേണ്ട നേരം കുരുന്നുകൾ, പഠിച്ചു വളരേണ്ട നേരം കുരുന്നുകൾ സമരം ചെയ്തു നടന്നു നടന്നു തളർന്നു. സത്യത്തിൽ ഈ നാടു നന്നാകാനായി എത്ര നാളുകൾ വേണം, ഇനി വേണം മൊത്തം കോളം കേരളം. പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി, പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി. കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി. ആരു മനസ്സിലേടി പൊന്നമ്മേ വേല ഇറക്കല്ലടി, ആരു മനസ്സിലേടി പൊന്നമ്മേ വേല ഇറക്കല്ലടി. നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാവുമടി, നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാവുമടി. അഞ്ചേരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ, അഞ്ചേരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ. മീശയും കാരക്കോലും കണ്ടപ്പോ നീ നാടു മറന്നല്ലടി, മീശയും കാരക്കോലും കണ്ടപ്പോ നീ നാടു മറന്നല്ലടി. കപ്പയും കള്ളുമടി നേരത്തിനു പാപ്പാന് ശാപ്പാടടി, കപ്പയും കള്ളുമടി നേരത്തിനു പാപ്പാന് ശാപ്പാടടി. ആനയെ കെട്ടിയാലും പൊന്നമ്മ നീ പാപ്പാനെ കെട്ടല്ലടി,
കാഞ്ഞിരത്തമ്മച്ചാരിയാൽ പൊന്നമ്മേ ചന്ദനം കഴിക്കുമെടി കാഞ്ഞിരത്തമ്മച്ചാരിയാൽ പൊന്നമ്മേ ചന്ദനം കഴിക്കുമെടി ചാപ്പിള്ളയാണേലും പെറ്റ പെണ്ണ് അമ്മച്ചി തന്നെയാടി ചാപ്പിള്ളയാണേലും പെറ്റ പെണ്ണ് അമ്മച്ചി തന്നെയാടി പെണ്ണ് വീടച്ചു പോയ പൊന്നമ്മേ ജന്മം തുലഞ്ഞതടി പെണ്ണ് വീടച്ചു പോയ പൊന്നമ്മേ ജന്മം തുലഞ്ഞതടി കണ്ടോരും കേട്ടവരും കയ്യിൽ കിട്ടിയ തട്ടി കളിക്കുമടി കണ്ടോരും കേട്ടവരും കയ്യിൽ കിട്ടിയ തട്ടി കളിക്കുമടി പറയുമ്പോ പെണ്ണിനെന്താ അങ്കക്കാലിയാണോ കാര്യം പറയുമ്പോ പെണ്ണിനെന്താ അങ്കക്കാലിയാണോ ഉരലൊന്നു കട്ടാലും മറയ്ക്കൊരു ചെറുവിരൽ വേണമടി ഉരലൊന്നു കട്ടാലും മറയ്ക്കൊരു ചെറുവിരൽ വേണമടി ആനയുടെ കൂടെ പോകും പപ്പാന് കാലവും ദേശമില്ല ആനയുടെ കൂടെ പോകും പപ്പാന് കാലവും ദേശമില്ല കാത്തിരുന്നാൽ പാപ്പാനെ കാണില്ലടി കണ്ണില് എണ്ണൊഴിച്ച് കാത്തിരുന്നാൽ പാപ്പാനെ കാണില്ലടി പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായടി കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേല ഇറക്കല്ലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേല ഇറക്കല്ലടി നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാവുമടി നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാവുമടി ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും കിടക്കപ്പുറതിയില്ലാത്തത് മത്സരബുദ്ധിയോടെ പെരുമാറുന്നതും ഇന്ന് TV ചാനലുകളാണ്. ഈ ചാനലുകളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ മഹാബലി തമ്പുരാനെയും കൊണ്ട് ഞാനൊന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ടല്ലോ. ഹലോ, ദേശാനെറ്റ് ചാനലാണോ? ചാനലാണ്. ഇതാരാണ്? ഞാൻ ദേശാനെറ്റ് ചാനലിന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ സീക്രട്ട് കുഞ്ഞപ്പനാണ് സംസാരിക്കുന്നത്. എന്താണ് കുഞ്ഞപ്പ, മറ്റുള്ള ചാനലുകാരുടെ പരിപാടികളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? സാർ, ഞാൻ ഒരു രഹസ്യ വിവരം പറഞ്ഞു. എന്താണ്? നമ്മുടെ ആര്യ ടിവിയിൽ ഒരു പെണ്ണ് ചുമ്മാ സ്വർണം വാരി കൊടുക്കുന്നു, സ്വർണ്ണ മുഴ. ആ സമയത്ത് നമ്മുടെ ചാനലിൽ എന്താ പരിപാടി? യക്ഷി, കള്ളിയൻ ഫോറസ്റ്റ് ബ്ലൂലി. കുഞ്ഞപ്പ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് സ്വർണ്ണപ്പണിക്കാരെ കയറ്റാം. ഓണമാണ് വരുന്നത്. ഓണത്തിന് എന്തൊക്കെയാണോ നമ്മുടെ സ്പെഷ്യൽ പരിപാടികൾ? എല്ലാം സ്ഥിരം പരിപാടി തന്നെ. ഉത്രാടം നാളിൽ നമ്മുടെ ചാനലിലെ എല്ലാ അലവലാദികളെയും വിളിച്ച് അവതാരങ്ങളെയും വിളിച്ചു കൂട്ടി ഒരു ലൈവ് പരിപാടി. തിരുവോണനാളിൽ വെളുപ്പിന് 5 മണിക്ക് മോഹൻലാലിന്റെ സിനിമ. അത് തീരുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഓണമാണിക്യം. ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ ശ്രീലങ്ക. തുടർന്ന് ദിലീപിന്റെ ഓണവിശേഷം. അപ്പത്തന ജയറാമിന്റെ ആനവിശേഷം. കൊള്ളാം. തിരുവോണമായിട്ട് പ്രേക്ഷകർക്ക് പച്ച വെള്ളം കുടിക്കാനുള്ള സമയം കൊടുക്കരുത്. സർ, നമ്മൾ ഈ ആര്യ ടിവിയിൽ ഓണത്തിന് പ്രക്ഷേപണം ചെയ്യുന്ന എന്തൊക്കെ പരിപാടിയാണ് സാർ? എടോ, തിരുവോണത്തിന്റെ അന്ന് നമ്മൾ 5 ഇംഗ്ലീഷ് സിനിമ എടുത്ത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് കാണിക്കും. അത് ഏതൊക്കെയാണ് സാർ? രാവിലെ 10:30 അമ്മച്ചി തിരിച്ചു വന്നു. എനിക്ക് മനസ്സിലായില്ല. ദി മമ്മി റിട്ടേൺസ്. ഉച്ചയ്ക്ക് 12:30 ഭയങ്കര മനുഷ്യൻ സൂപ്പർമാൻ. അത് കഴിഞ്ഞ് 4 മണിക്ക് ഹോളോ മാൻ, തുളഞ്ഞ മനുഷ്യൻ. വൈകിട്ട് 8:30 ബ്ലൂ ബസ്റ്റർ ചലച്ചിത്രം. നടക്കാത്ത കാര്യം മിഷൻ ഇംപോസിബിൾ. സർ, ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണോ? നടക്കണവര് നടക്കട്ടെ, കാണണവര് കാണട്ടെ, നമുക്ക് കാശ് കിട്ടിയാ പോലെ. സഖാവെ, മറ്റുള്ള ചാനലുകൾ വളരെ നല്ല പരിപാടികളാണ് ഓണത്തിന് വെച്ചിരിക്കുന്നത്. എന്താണ് സഖാവെ നമ്മുടെ പരിപാടി? സഖാവ് എന്തായി പറയുന്നത്? നമ്മുടെ ഒരു പാർട്ടി ചാനലല്ലേ, മാത്രമല്ല ഭരണം നമ്മുടെ കയ്യില്, നമുക്ക് നിർബന്ധിച്ച് കാണിക്കാമെന്നേ. അതല്ല, ഓണം സ്പെഷ്യലായിട്ട്. ഓണം സ്പെഷ്യലായിട്ട് രാവിലെ 6 മണിക്ക് തന്നെ സഖാവ് മാവേലിയെ കുറിച്ചൊരു പ്രത്യേക ഡോക്യുമെന്ററി നിങ്ങൾ എന്നെ പാതാളത്തിലാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക് സിനിമ രക്തസാക്ഷികൾ സിന്ദാബാദ്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടികൾ തന്നെ നമ്മൾ പേര് മാറ്റി അങ്ങോട്ട് അവതരിപ്പിക്കും. മാവേലി ഫിലിപ്പ് പ്രതികരിക്കുന്നു, മാവേലിക്ക് എന്താ കൊമ്പുണ്ടോ. പിന്നെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് കൊല്ലാൻ 2 പരിപാടികൾ. കോത്താഴം വാമനൻ ഷോയും മാവേലിയും വാമനനും പിന്നെ ഞാനും. ഈ രണ്ടാമത് പറഞ്ഞ പരിപാടിയിൽ ഇടാൻ വേണ്ടി അങ്ങ് ദുബായിൽ കുരങ്ങനെ കണ്ട് ചിരിക്കുന്ന കുറെ ഓഡിയൻസിന്റെ കയ്യടിയും ചിരിയുടെ ഒക്കെ ക്ലിപ്പിംഗ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ ചുവന്ന കണ്ണുകൾ. സിനിമയാണോ? അല്ല, കണ്ടവരുടെ. പ്രിയപ്പെട്ട ചാനൽ പ്രവർത്തകരെ,
അല്ലെങ്കിൽ ചാനലിലുള്ള സ്റ്റാഫുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ. ചാനലിന്റെ പേര് കളയല്ലേ എന്റെ അച്ഛൻ, ഒത്തിരി ജീവനോടെ വർത്താനം പറ. കർത്താവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യവും ഓണം അടിച്ചു പൊളിക്കും. അച്ഛന്റെ വർത്താനം കേട്ടതൊന്നും കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു പൊളിച്ചെന്ന്. എന്റെ അച്ഛൻ ചാനലിലുള്ള ഈ ഓണത്തിനുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് പറ. തിരുവോണം പ്രമാണിച്ച് രാവിലെ 6:30 മുതൽ രാവിലെ 9:30 വരെ പുന്നക്കലേച്ചന്റെ വളരെ രസകരമായ ഒരു സ്പെഷ്യൽ കുർബാന ലൈവ്. അത് കലക്കും. കുർബാന കഴിഞ്ഞാൽ മാവേലിയെ കുറിച്ചുള്ള ഒരു 3.5 മണിക്കൂർ ഡോക്യുമെന്ററി, മാവേലി നല്ല ഇടയൻ. സ്തോത്രം. അതിനുശേഷം ഇറ്റലിയിൽ നിന്നും വന്ന ഫാദർ നിക്കോളാസ് പെരാലിസിന്റെ ഓർമ്മകളിലെ ഓണം ഇറ്റലിയിൽ. അത് സൂത്രം. അല്ലച്ചോ, ഓണത്തിന് സിനിമയൊന്നുമില്ലേ? സിനിമയില്ലെന്നോ, കർത്താവിന്റെ കൃപ കൊണ്ട് 2 എണ്ണം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണോ? തിരുവോണം പ്രമാണിച്ച് ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. ഓണത്തിനാ? പിന്നെ സംക്രാന്തിക്കിടാൻ പറ്റുമോ? എന്റെ അച്ഛൻ അതൊക്കെ പഴയതല്ലേ. പുതിയതുണ്ടല്ലോ, സമ്മർ ഇൻ ബത്ലഹേം. ഈ 2 സിനിമയും കഴിഞ്ഞാൽ കന്യാസ്ത്രീ കുഞ്ഞുങ്ങളുടെ ഒരുമാതിരി തിരുവാതിരകളി പാതിര വരെ. പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ കുർബാന. അതൊരു ഹിന്ദി സിനിമയല്ലേ? അത് കുർബാനി, ഇത് കുർബാന. ഈ ഓണം മദർ ടിവിയോടൊപ്പം മദർ ടിവിയിൽ തിരുവോണ ദിവസം രാവിലെ 6 മണി മുതൽ പ്രത്യേക പരിപാടികൾ. TP മാധവനും കാവ്യ മാധവനും, പാരസല്ലാപം, വിജയരാഘവനും പഴയ രാഘവനും, പ്രേമസല്ലാപം, ബിജു മേനോനും ബിന്ദുജ മേനോനും, ശിങ്കാരി മേളം, ഭരത് ഗോപിയും സുരേഷ് ഗോപിയും, കുക്കറി ഷോ, നിത്യാദാസും യേശുദാസും, ഗന്ധർവ ചങ്ങാത്തം, MG ശ്രീകുമാറും ജഗതി ശ്രീകുമാറും, തറാസ് തരികിട പതനിസ. ഓണനാളുകളിലെ ഓരോ നിമിഷവും മറക്കാതിരിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിങ്ങളുടെ മദർ ടിവിയിൽ പതുങ്ങിയിരുന്ന് കാണുക. ആഘോഷിക്കാം ഈ പൊന്നോണം ദേശീയാനെറ്റിനോടൊപ്പം. ഈ ഓണം ആഘോഷിക്കൂ, സമ്മാനങ്ങൾ നേടൂ ആര്യ ടിവിയോടൊപ്പം. ഈ ഓണം പ്രാണ ടിവിയോടൊപ്പം ആഘോഷിക്കൂ, സ്വർഗരാജ്യം നേടൂ. ഈ ഓണത്തിന് മദർ ടിവി മാത്രം കാണുക, മാതൃസ്നേഹം നേടുക. കരക് ടിവി കാണൂ, കരഞ്ഞുകൊണ്ടോടൂ നോൺ സ്റ്റോപ്പായി. കളരി പേപ്പൽ ചാനൽ, ഒരു ജനതയുടെ ആത്മാവിഷ്കാരം. ദേശീയാനെറ്റ് പ്ലസ് മൈനസ് ഹരണം ഗുണനം മൂസാക ലാസാകൂ. ഒന്ന് നിർത്തല. എല്ലാ ചാനലുകാരും അവരോടൊത്തും മാത്രം ഓണം ആഘോഷിക്കാനാ പറയണേ. എന്നോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ഈ മാവേലിയോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഇവിടെ ആരുമില്ലെന്ന്. ഈ ഓണം നിങ്ങൾ എന്നോടൊപ്പം ആഘോഷിക്കൂ. ഇതാരാ? ഞാൻ രമ. രമ്യ? ഇതേത് രമ? ബസ് സ്റ്റാൻഡ് രമ. മോളെ, ഐ ലവ് യു. പോടെ 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 മോ പോടെ. ഇവൾ മുമ്പേ സ്റ്റൈലോ, പോടാ. തനിനാടൻ സ്റ്റൈലോ. എടി രമേ, നീ ചുമ്മാ ചുറ്റിപ്പറ്റി നടക്കാതെ, കാശുണ്ടെങ്കിൽ കൂടെ വാടാ, കാശില്ലെങ്കിൽ വീട്ടിൽ പോയി നാമം ചൊല്ലുമോനെ. കാലത്തെ വീട്ടിൽ ഇറങ്ങും രമ, ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ, ഓട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ, സെറ്റം രമ. പാർക്കിലും ബീച്ചിലും കറങ്ങും രമ, സ്റ്റാൻഡിലും തൂണിലും തുരുമ്പിലും രമ, ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ, സെറ്റം രമ. കാലത്തെ വീട്ടിൽ ഇറങ്ങും രമ, ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ, ഓട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ, സെറ്റം രമ. പണം കണ്ടാൽ ചിരി തൂക്കും, കഥ ചൊന്നാൽ തെറി കേൾക്കും, കലി വന്നാൽ പുലിയാകും, പുലിയായാൽ മണിവാളും. പാട്ടാൽ സരിഗമ, സ്റ്റാൻഡിങ് സ്റ്റാറാടും രമ രമ. പിന്നെ പൂര പാട്ടാൽ സരിഗമ, സ്റ്റാൻഡിങ് സ്റ്റാറാടും രമ രമ. കാലത്തെ വീട്ടിൽ ഇറങ്ങും രമ, ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ, നോട്ടത്തിൽ ആണിനെ വീട്ടും രമ, സെറ്റം രമ. പാർക്കിലും ബീച്ചിലും കറങ്ങും രമ, സ്റ്റാൻഡിലും തൂണിലും തുരുമ്പിലും രമ, ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ, സെറ്റം രമ. അതിമയങ്ങണ നേരത്ത് പമ്മി പമ്മി വരും മാന്യന്മാർ, കുളിരോടെ പറയും ഇടി നീ എന്തൊരു ചരക്ക്. പകലുദിക്കണ നേരത്ത് രാത്രി കണ്ട അതേ മാന്യന്മാർ വെറുതെ പറയും ഇവളേതാണീ പെടക്ക്. എന്തും കാണും കേൾക്കും രമ രമ, എല്ലാം സ്മൈലിൽ തീർക്കും രമ രമ. എന്തും കാണും കേൾക്കും രമ രമ, എല്ലാം സ്മൈലിൽ തീർക്കും രമ രമ. പെട്ടക്ക് ഞാനാ, ഒടക്ക് വേണ്ട, മുതിർക്ക വയസ്സാ, എടുക്ക് പൈസ. പെട്ടക്ക് ഞാൻ
ഉടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ കാലത്തെ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ നോട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ സെറ്റപ്പ് രമ പോടെ 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 മോൻ പോടെ 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 പോടാ 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 Come on and take me away Won't you take me away പോടെ പോടെ പോടാ പോടാ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ പെട്ടക്ക് ഞാനാ ഒടക്ക് വേണ്ട മുതുക്കം വയസ്സാ എടുക്ക് പൈസ പഠിക്കുന്ന പ്രായത്തിൽ പൊട്ടിമുളച്ചൊരു പ്രേമത്താൽ അവൾ ഒളിച്ചോടാൻ പഠിച്ചു പക്ഷെ മൂന്നാറിൽ പിടിച്ചു കുട്ടികളിയുടെ പ്രായത്തിൽ കുട്ടി ജനിച്ചൊരു നേരത്ത് വീട്ടാരെ വെറുതു ചില നാട്ടാഴം നടത്തു പക്കം പോക്കാണിന്ന് രമരമ സ്റ്റാൻഡിൻ സ്റ്റാറാണിന്നും രമരമ പക്കം പോക്കാണിന്ന് രമരമ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ തോട്ടത്തിൽ ആണ്ടിനെ വീട്ടും രമ സെറ്റപ്പ് രമ പാർക്കിലും ബീച്ചിലും കറങ്ങും രമ സ്റ്റാൻഡിലെ തൂണിലും തുരുമ്പിലും രമ ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ സെറ്റപ്പ് രമ പണം കണ്ടാൽ ചിരി തൂക്കും കഥ ചൊന്നാൽ തെറി കേൾക്കും കലി വന്നാൽ പുലിയാകും പുലിയായാൽ പടിവാളും നിന്റെ പൂരമാട്ടാൽ സരിഗമ വീട്ടിന്ന് ഇറങ്ങും രമ ഒറ്റക്ക് സിറ്റിയിൽ ചുറ്റും രമ നോട്ടത്തിൽ ആണിനെ വീട്ടും രമ സെറ്റപ്പ് രമ പാർക്കിലും ബീച്ചിലും കറങ്ങും രമ സ്റ്റാൻഡിലെ തൂണിലും തുരുമ്പിലും രമ ടൗണിലെ ലോഡ്ജിലെ മുറിയിലും രമ സെറ്റപ്പ് രമ പൊന്നെറിയുന്നൊരും കണ്ണിരണ്ടും പൂട്ടിയാൽ ഇങ്ങനെ മണ്ണിലിരിക്കും വരെ
കാത്തിരിപ്പും പെണ്ണാണ് പൂത്തിരിപ്പും പെണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറനൊരാള് കാത്തിരിപ്പും പെണ്ണാണ് പൂത്തിരിപ്പും കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറനൊരാള് കൊക്കരക്കോ കോഴി കൂവണ നേരത്താണല്ലോ നിന്നെ കാല തെരുവിലും വെച്ചു കണ്ടു പെണ്ണെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേറിൻ അമ്പ് കൊണ്ടെന്നെ നെഞ്ചിലിടി താളം നീ ചിരിക്കും അഴകാലേ മാനത്തമ്പിളി ചേലാനേ ഓടിക്കളിക്കണ കുഞ്ഞാടേ താലങ്കിളി താലോലം നീ ചിരിക്കും അഴകാലേ മാനത്തമ്പിളി ചേലാനേ ഓടിക്കളിക്കണ കുഞ്ഞാടേ താലങ്കിളി താലോലം അന്നും ഇന്നും ഓടിക്കളിക്കുമ്പോ തന്നരം പാടി നീ കൂടെ കളിക്കുമ്പോ അന്ന നട പോലെ നടക്കുമ്പോ പൊന്നരഞ്ഞാണ കുലുങ്ങണ പിന്നെ അന്നും ഇന്നും ഓടിക്കളിക്കുമ്പോ തന്നരം പാടി നീ കൂടെ കളിക്കുമ്പോ അന്ന നട പോലെ നടക്കുമ്പോ പൊന്നരഞ്ഞാണ കുലുങ്ങണ പിന്നെ കാത്തിരിപ്പും പെണ്ണാണ് പൂത്തിരിപ്പും പെണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറനൊരാള് കാത്തിരിപ്പും പെണ്ണാണ് പൂത്തിരിപ്പും കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറനൊരാള് കൊക്കരക്കോ കോഴി കൂവണ നേരത്താണല്ലോ നിന്നെ കാല തെരുവിലും വെച്ചു കണ്ടു പെണ്ണെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേറിൻ അമ്പ് കൊണ്ടെന്നെ നെഞ്ചിലിടി താളം കടലിൽ പോകുന്ന കണവന്റെ ജീവൻ കുടിലിലെ പെണ്ണിന്റെ കൈകൾ എന്നാണ് ചൊല്ല്. എന്നാൽ കടലിനക്കരയിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഭാര്യ രുക്മിണി എന്തിനാണ് ഇങ്ങനെ അലമുറയിടുന്നത്? എന്ത് പറ്റിയാവോ നമ്മൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ എന്താ ഈ വീട്ടിലൊരു കൂട്ടക്കരച്ചിലും ബഹളവും? നമ്മളുടെ ഭർത്താവ് സുപ്രു 4 ദിവസം മുമ്പ് ഗൾഫിൽ നിന്നും വിമാനത്തിൽ കയറി പോരാൻ കൊടുത്തതാണ്. ഇതുവരെ വീട്ടിലെത്താൻ കൊടുത്തിട്ടില്ല തിരുമേനി. ആട്ടെ, നിങ്ങളുടെ കെട്ടിയും സുബ്രു വിമാനത്തിൽ കയറി എന്നുള്ളത് ഉറപ്പാണോ? രുക്മിണി നീ മുല്ലപ്പൂവെല്ലാം സൂടി റെഡിയായി നിന്നോ. നമ്മൾ വിമാനത്തിൽ കയറാൻ കൊടുക്കണു വിമാനത്തിൽ കയറാൻ കൊടുക്കണു എന്ന് 4 ദിവസം മുമ്പ് 7 പ്രാവശ്യം വിളിച്ച് പറയാൻ കൊടുത്തതാണ് തിരുമേനി. രുക്മിണി നമ്മൾ എത്താൻ കൊടുത്തു. തിരുമൽ ദേവാ, നമ്മളുടെ സുപ്രു വരാൻ കൊടുത്തു. അയൽപക്കക്കാരെ നോക്കൂ നോക്കൂ, നമ്മളുടെ സുപ്രു വരാൻ കൊടുത്തു. എന്താ കമ്മത്തെ, വെറുതെ വീട്ടുകാരെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ വരാൻ വൈകിയത്? നമ്മൾക്കൊരു അബദ്ധം പറ്റാൻ കൊടുത്ത തിരുമേനി. ഈ പ്രാവശ്യം നമ്മൾ കാശ് കുറച്ചുള്ള വിമാനത്തിലാണ് വരാൻ കൊടുത്തത്. കാശ് കുറഞ്ഞ വിമാനോ? അതേത് വിമാന? ഒഡക്കാൻ എയർവേസ്. ഒഡക്കാൻ എയർവേസോ? ആ, അതില് മറ്റുള്ള വിമാനത്തെക്കാൾ കാശ് കുറവാണ് തിരുമേനി. ആട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? പാണ്ടിലോറിനേക്കാൾ കഷ്ടമാണ് തിരുമേനി. ഓരോരോ ജംഗ്ഷനിൽ നിർത്താൻ കൊടുത്തു കയറ്റാൻ കൊടുത്തു, നിർത്താൻ കൊടുത്തു കയറ്റാൻ കൊടുത്തു. അവസാനം പൊള്ളാച്ചിയിലേക്കുള്ള എരുമകളെ വരെ അവർ കയറ്റാൻ കൊടുത്തു. എന്താ സുബ്രു പറയണേ? ഇങ്ങനെയുണ്ടോ ഒരു വിമാനം? തിരുമേനി, നമ്മളത് വിശദമായിട്ട് തന്നെ പറയാം. അതെ, സാധാരണ ഫ്ലൈറ്റിലേക്ക് പഠിച്ച് കയറാൻ അതിൽ ഒരു ഏണി കാണും. ഈ പണ്ടാരത്തിൽ അതില്ല. പിന്നെ ടിക്കറ്റിനെ കൂടെ അവർ ഒരു സാധനം കൂടി തരും. അതെന്താ? തെങ്ങിൽ കയറുമ്പോൾ കാലിൽ ഇടണ തളപ്പ്. തളപ്പെന്തിനാ? അതെ, നമ്മളുടെ ഈ ഫ്ലൈറ്റ് ഏതെങ്കിലും ഒരു തെങ്ങിനോട് ചേർത്ത് നിർത്താൻ കൊടുക്കും. നമ്മൾ തെങ്ങിൽ കയറാൻ കൊടുത്തിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്ക് ചാടാൻ കൊടുക്കണം. അപ്പൊ താഴെ വീണാലോ? വീണവന്റെ കാറ്റ് പോകും, കയറിയവനെ കൊണ്ട് ഫ്ലൈറ്റും പോകും. അതെ സുബ്രു, എന്താ മാവു? ഫ്ലൈറ്റിൽ കയറുമ്പോ കൈ കൂപ്പി നിന്ന് സ്വീകരിക്കാൻ ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ 2 പേരുണ്ട്. 7 കരമണി തമ്മന ശാന്ത. അവർ കൈ കൂപ്പിയല്ല നിൽക്കുന്നത്, കൈ നീട്ടിയാണ് നിൽക്കാൻ കൊടുക്കുന്നത്. അവരുടെ കൈകളിൽ നമ്മൾ കാശ് വെച്ച് കൊടുത്താൽ അവർ നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കും. ഇല്ലെങ്കിലോ? എവിടെങ്കിലും പോയി പണ്ടാർമേ എന്ന് പറയാൻ കൊടുക്കും. പിന്നെ മാവു, കേറുമ്പോൾ തന്നെ അവർ നമുക്ക് ഇഷ്ടമുള്ള ഒരു പത്രം തരും. ആവൂ, ആശ്വാസം. അതെങ്കിലും വായിച്ചിരിക്കാലോ. വായിച്ചിരിക്കാനല്ല പണ്ടാരം, നിലത്ത് വിളിച്ചിരിക്കാനാണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിലോ? ഓരോ സ്റ്റൂൾ ഇട്ട് കൊടുക്കും, പക്ഷെ കാശ് കൊടുക്കണം. എന്റെ ഈശ്വര, നാം എന്ത് കേക്കണേ? അപ്പൊ ഈ ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റിന് എന്ത് ചെയ്യും? 2 മുടി കയർ കൊടുക്കും.
അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടിയാൽ അവനവന് കൊള്ളാം. ഭക്ഷണം വല്ലതും കിട്ടുവോ? കിട്ടും. കാശ് കൊടുത്താൽ തിന്നാൻ കിട്ടും. എന്ത് ഭക്ഷണം? പപ്പടം ചുട്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എയർ ഹോസ്റ്റസ്മാർ വന്ന് നമ്മളോട് ചോദിക്കാൻ കൊടുക്കും, വേണോ എന്നെ. എന്ത്? പപ്പടം ചുട്ടത്. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് 3 പേർ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് സേഫ്റ്റിക്കുള്ള കാര്യങ്ങളാ, അതെല്ലാം ഫ്ലൈറ്റിലുള്ളതാ. തിരുമുൽ ദേവ, ഇതൊന്നുമല്ല. ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു പൂശാരി, ഒരു മുസ്ലിയാറ്, അവർ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പേ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും മരിക്കുന്നതിന് മുമ്പേ ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് അവർ ഇറങ്ങി ഓടും. എന്റെ ഈശ്വര, ഇത് എന്ത് ഫ്ലൈറ്റാ അത്? ഈ ഫ്ലൈറ്റിനെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലേ? ഒരു നല്ല കാര്യം പറയാനുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്ത് ശീലമുള്ളവർക്ക് ഒരു മുൻഗണനയുണ്ട്. അതെന്താ അത്? അതിൽ ഒരാൾക്ക് പൈലറ്റിന്റെ കൂടെ ഒരുമിച്ച് ഇരുന്ന് യാത്ര ചെയ്യാം. അത് കൊള്ളാലോ, മറ്റൊരു ഫ്ലൈറ്റുകാരും ചെയ്യാത്ത കാര്യം അത്. ഇത് അതുകൊണ്ടൊന്നുമല്ല, ഇരുത്തിയില്ലെങ്കിൽ പ്രശ്നമാകും. അതെന്താ? പൈലറ്റിന് പിന്നെ ആര് വഴി പറഞ്ഞു കൊടുക്കുമ്പോഴോ? എന്റെ ഈശ്വര, എന്തായാലും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയല്ലോ. ഇനിയെങ്കിലും ഇത്തരം തരികട ഫ്ലൈറ്റിൽ കയറാതെ നോക്കുക. ദേ, പിന്നെ ഞാന് ഒരു കല്യാണത്തിന് പോണ വഴി കരച്ചില് കേട്ട് കയറിയതാ. എന്നാ പിന്നെ ഞാൻ ആ കല്യാണ വീട്ടിലേക്ക് ഒന്ന് ചെല്ലട്ടെ. വെള്ളം കൊടുത്തടാ. വെള്ളം കൊടുക്കണവന് വെള്ളം കൊണ്ടുപോകണല്ല. അവിടെ എന്താ വേണ്ടേ? ആ മോന് പക്ഷിപ്പനി വേണോ അന്ത്രാക്ഷി വേണോ? മനസ്സിലായില്ല. എടാ, ചിക്കൻ ബിരിയാണി വേണോ അതോ പോത്ത് ബിരിയാണി വേണോന്ന്? ആരെ വന്നേക്കണത്? മാവേലിയ ബീരാനെ, നിന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് ഈ നിന്റെ ബന്ധുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി താടാ. എന്റെ പൊന്നു മാവേലി, ഇവിടെ വന്നേക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു പരിചയമില്ല. എടാ സമതേ, ചൗക്കത്തെ, സാലിയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത മാവേലിക്ക്. പുതുപെണ്ണിന്റെ പേരെന്ത് പാത്തുമ്മ, പുതുമാരന്റെ പേരെന്ത് ബാപ്പുട്ടി, അമ്മാച്ചന്റെ പേരോ ബാവ, അമ്മായിയുടെ പേരാണ് ഐഷു. അന്ത്രൂ പുതുപെണ്ണിന്റെ മാമ, വീരാഞ്ചക്കന്റെ ളാപ്പ. അന്ത്രൂ പുതുപെണ്ണിന്റെ മാമ, വീരാഞ്ചക്കന്റെ ളാപ്പ. ആരണി കല്യാണ ബ്രോക്കർ, അത് നമ്മുടെ സുബേരണിക്ക. അവന ഊബൈദിന്റെ മോനല്ലേ? ആളെ ഫൂളാക്കാനായി മിടുക്കൻ, അവൻ മുങ്ങിയാൽ പൊങ്ങാത്ത കുറുക്കൻ, കൂട്ടത്തിൽ കുറുകീത്ത താടിയൻ, നോട്ടത്തിൽ പെശകാണ പഹയൻ. നിന്റെ മാമ വീരാഞ്ചക്കന്റെ ളാപ്പ. മുതപ്പാന്റെ അമ്മായി സാറ, സാറുമാന്റെ നാത്തുനാസി, ആസിത്താൻറ്റുമാന്റെ ളാമ്മ. ഈ മൂവരും കല്യാണം കൂടില്ല. ആകെ
വെഡിങ് കുലുമാലിലായി ഉന്തും തള്ളും പ്രശ്നമായി ആകെ വെഡിങ് കുലുമാലിലായി ഉന്തും തള്ളും പ്രശ്നമായി വെറും നിസ്സാര കാര്യം ഞൊടിയിടയിൽ അടിപിടിയാ. പ്രശ്നം അത് വഷളാക്കിയതാരാ? ഒക്കെ സാറും മാറ്റുമ്മ അല്ല ആസിത്താണ്ടിത്താ. ഒക്കെ സാറും മാറ്റുമ്മ അല്ല ആസിത്താണ്ടിത്താ. അല്ലടി പിന്നാരാ? നിന്റെ ഉമ്മുമ്മ ഏ? കാലം കുറച്ചായി പിമ്പെ നടക്കുന്നേ ഒന്നും പറഞ്ഞില്ല പൊട്ടിപ്പെണ്ണാണോ നീ കാര്യം പറഞ്ഞാലേ കെട്ടിക്കൊണ്ടോള ഇഷ്ടം കൊണ്ടാ നിന്നെ കൂടെ പൊറിപ്പിക്കാൻ കൂടെ നടന്നാണോ കല്യാണക്കാര്യങ്ങൾ? അച്ഛനും ചേട്ടനുണ്ട് വന്നു പറഞ്ഞൂടെ? ഉള്ളിലെ ഇഷ്ടങ്ങൾ എങ്ങനെ കാട്ടാനാ? കിട്ടു കഴിയട്ടെ കാര്യമറിയാലോ. എന്തൊക്കെ കാര്യങ്ങൾ നിന്നോട് ചോദിച്ചു ഒന്നും പറയാതെ എന്തു ധരിക്കും ഞാൻ ദേഷ്യം കൊണ്ടാണെന്നോ കോപം കൊണ്ടാണെന്നോ കാര്യമറിയാതെ എന്തു പറയാനാ പെണ്ണല്ലേ ചേട്ടാ ഞാൻ എങ്ങും വിലക്കല്ലേ? പെണ്ണൊരും വിട്ടാലോ എന്നൊരു ചൊല്ലില്ലേ? ആരൊക്കെ എതിർത്താലും എന്തു പറഞ്ഞാലും കൂടെ പൊറുക്കും ഞാൻ അന്ന് മരിച്ചോട്ടെ. മാവിനറം പറ്റും വാക്കു പറയില്ലേ ആണും പെണ്ണിഷ്ടായാൽ ആരു തടുക്കാനാ കോടിയും തന്നോളാം താലിയും ചാർത്താൻ ഞാൻ കൊണ്ടുപോകാം പെണ്ണെ കൊയ്ത്ത് കഴിഞ്ഞോട്ടെ ഞാറുനടിൽ തീർന്നാൽ കൊയ്ത്തിന് നേരമില്ലേ? അത്തക്കം നോക്കെന്നെ കൊണ്ടുപോയി കൂടെ? കൊയ്ത്താവും കാലത്ത് ഒരുമിച്ച് കൊയ്തോടെ? മെതിയും പൊലിയളവും ഒന്നിച്ചായി കൂടെ? പാടത്തുനിന്നും കേറിയ കാവിലെ വേലായേ വേലയ്ക്ക് പോവണ്ടേ ഒന്നിച്ച് കുഞ്ഞാരെ കാവിലെ ദേവിക്ക് വിത്ത് പൊലിക്കണ്ടേ വിത്ത് പൊലി മേലെ താലി വഴിപാട് കുപ്പിവള വേണം, കൺമഷിയും വേണം, ചന്ദന
നടക്കുന്നേ ഒന്നും പറഞ്ഞില്ല പൊട്ടിപ്പെണ്ണാണോ നീ കാര്യം പറഞ്ഞാലേ കെട്ടിക്കൊണ്ടോളാ ഇഷ്ടം കൊണ്ടാ നിന്നെ കൂടെ പൊറിപ്പിക്കാൻ. സംവിധാനത്തിന്റെ ABCD അറിയാത്ത ഒരു ഒടങ്കുലി സംവിധായകൻ ചെലവ് ചുരുക്കി സിനിമ എടുത്തരാന്നും പറഞ്ഞ് എന്റെ സുഹൃത്തുകൂടെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. ഈശ്വര, അയാളുടെ ഗതി എന്താവോ? ഓ, ആരാ ഈ വാതിൽ തള്ളിപ്പൊളിക്കുന്നത്? ആരാ? എന്താ? നമസ്കാരം. ഓ, ഈ നമസ്കാരം പറയാനാണോ താൻ ഇവിടം വരെ വന്നത്? എടോ, അതൊന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നു. എന്താ വേണ്ടത്? സാർ, ഞാനാണ് ഡയറക്ടർ ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ഓ, അതിന് ഞാനിപ്പോ എന്ത് വേണം? സാർ നിർമ്മിക്കുന്ന പുതിയ ചിത്രം എന്നെ ഏൽപ്പിക്കണം. അത് ഞാൻ വളരെ ചെലവ് ചുരുക്കി സംവിധാനം ചെയ്ത് അങ്ങോട്ട് തരാം. ഓ, അതിനാണോ താൻ ഈ വാതിൽ തള്ളിപ്പൊളിച്ചത്? അതിന് താൻ ആ കോളിംഗ് ബെല്ലൊന്നും അടിച്ചാ പോരായിരുന്നു? സാർ, കോളിംഗ് ബെൽ അടിച്ചാൽ അത്രയും കറണ്ട് കാശ് അങ്ങ് ചെലവായി പോകില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിനും ചെലവ് ചുരുക്കുന്ന ആളാണെന്ന്. ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ആ, ശരി ശരി. എന്തായാലും ഞാനൊരു കഥ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. തന്റെ കയ്യില് പറ്റിയ കഥ വല്ലതുമുണ്ടോ? കഥ കഴിഞ്ഞു സാർ. ആരുടെ? അതല്ല, കഥ എഴുതി കഴിഞ്ഞെന്ന്. ഓ, അങ്ങനെ. ഇത് നടന്ന കഥയാണോടോ? പിന്നെ എത്ര വർഷങ്ങളായി ഞാൻ ഈ കഥയായിട്ട് ഇങ്ങ് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാ സാർ ഗത. ഓ, ഇതെന്താണോ പെൻസിൽ കൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്? സാർ, പേനയ്ക്കും മഷിക്കൊക്കെ പോയി എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. സംഭവിച്ചു. ഇനി ആദ്യം അറിയേണ്ടത് എന്താണ് ഈ കഥ? എന്താണ് ഈ കഥയുടെ പേര്? എന്താണ്? സാർ, ഈ കഥയ്ക്ക് പേരില്ല. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പേരില്ലേ? അതെന്താ അങ്ങനെ? സാർ, പേരിട്ട് കഴിഞ്ഞാൽ പോസ്റ്റർ അടിക്കണ്ടേ? പോസ്റ്ററിനും പശക്കൊക്കെ എന്താ വില? ഓ, നീ കുഞ്ഞപ്പൻ അല്ലടാ, വല്യപ്പൻ. മലയാള സിനിമയെ രക്ഷിക്കാമെന്ന മാണിക്യമാടാ നീ. മാണിക്യമല്ല സാർ, വെറും ഒരു മുത്ത്. മാണിക്യത്തിനൊക്കെ എന്താ വില? ഓ, മുത്തെങ്കി മുത്ത്. എന്റെ മുത്തേ, നീ ആ കഥയൊന്ന് പറഞ്ഞേ. സാർ, ഈ കഥയെന്ന് പറഞ്ഞാൽ ഈ കഥയിലെ നായകനും നായികയും വില്ലനും എല്ലാ കഥാപാത്രങ്ങളും ഊമകളാണ്. ഊമകളോ? അതെന്താ അങ്ങനെ? സാർ, ഡബ്ബിംഗ് ലാഭിക്കാമല്ലോ. മാത്രമല്ല, ഈ ചിത്രം ലോകത്തിലെ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെ? സാർ, ലോകത്തുള്ള എല്ലാ ഊമകളും ഒരേ ഭാഷയിലല്ലേ സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ നായകനും നായികയ്ക്കും അച്ഛനും അമ്മയും ഇല്ല. അതെന്താ, അവർ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണോ? അയ്യോ, അതല്ല. കഥാപാത്രങ്ങൾ കൂടിയാൽ ചെലവ് കൂടില്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. ആ, കൊള്ളാം. താന് എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആള് തന്നെ. ബാക്കി കഥ പറയൂ കുഞ്ഞപ്പ. താങ്ക് യു സാർ. നമ്മുടെ നായകനും നായികയും ജനിച്ചതും പഠിച്ചതും വളർന്നതും അനാഥാലയത്തിലാണ്. അത് കൊള്ളാം. അതാവുമ്പോ നല്ല സെന്റിമെന്റ്സ് കിട്ടും. പിന്നെ പെണ്ണ് കെട്ടിയതും ജീവിച്ചതും മരിച്ചതും അതേ അനാഥാലയത്തിൽ. ആ, മനസ്സിലായി. അപ്പോ ലൊക്കേഷൻ ചേഞ്ച് ഇല്ലല്ലോ. അങ്ങനെയും നമുക്ക് പണം ലാഭിക്കാം. മിടുക്കൻ. പിന്നെ സാർ, കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നത് നായകൻ സപ്രമഞ്ചക്കെട്ടിലിൽ ഇരിക്കുന്നതായിട്ടാണ്. പക്ഷെ ഞാനത് മാറ്റി തറയിൽ ചമ്മരം പടിഞ്ഞിരിക്കുന്നതാക്കി. സപ്രമഞ്ചക്കെട്ടിലേക്ക് പോയി എന്താ വില? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ. അതെ. പിന്നെ ഈ ചിത്രത്തിൽ വില്ലനെ ആനയാണ് കുത്തിക്കൊല്ലുന്നത്. ആനയോ? ഇല്ല, അത് ഞാൻ മാറ്റി കോഴി കൊത്തിക്കൊല്ലുന്നതാക്കി. പിന്നെ ലോക സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു വില്ലന് കോഴി കൊത്തിക്കൊല്ലുന്നത്. ആ ക്രെഡിറ്റും നമ്മുടെ സിനിമയ്ക്ക് ഇരിക്കട്ടെ. എന്താ? ഓ, നീ വെറും മുത്തല്ലടാ, മുത്തപ്പനാടാ, മുത്തപ്പൻ. ആ, അതിരിക്കട്ടെ. ഈ പടത്തില് സ്റ്റണ്ട് ഇല്ലേ? സ്റ്റണ്ട് ഉണ്ടായിരുന്നു. 4 സ്റ്റണ്ട്, നായകനും വില്ലനും തമ്മിൽ. സ്റ്റണ്ടിന്റെ വക്ക് വരെ എത്തുമ്പോൾ ആരെങ്കിലും ഒന്ന് പോട്ടാ വിട്ടുകള പോട്ടേക്ക എന്ന് പറഞ്ഞ് രണ്ടുപേരും പിടിച്ച് സോൾവ് ചെയ്ത് മാറ്റി വിടും. ആ, കൊള്ളാം. അതിരിക്കട്ടെ കുഞ്ഞപ്പ, നമ്മുടെ ഈ പടത്തിന് ടോട്ടൽ എത്ര കോസ്റ്റ് വരും? അയ്യോ, ഇതിന് കോസ്റ്റ് പോയിട്ട് കോസ്റ്റ്യൂം വരില്ല സാർ. ഇതിനാകെപ്പാടുള്ള ചെലവെന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ അസിസ്റ്റന്റിനുള്ള ചെലവ് മാത്രമേ ഉള്ളൂ. എനിക്ക് 50,000, അസിസ്റ്റന്റിന് 5,000. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ വെറും 55,000. സാർ, ഞാൻ എത്രമാത്രം ചെലവ് ചുരുക്കി അല്ലേ? ബിക്കോസ് ഐ ആം ലോ കോസ്റ്റ് കുഞ്ഞപ്പൻ.
എന്നാ കുഞ്ഞപ്പ കേട്ടു, തന്നെ ഞാൻ കടത്തി വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. വാട്ട് എ സർപ്രൈസ്! എങ്ങനെ? ആ, പറഞ്ഞു തരാം. 50,000 രൂപയും കൂടെ ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. സാർ, ആ സീക്രട്ട് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. തന്നെ മാറ്റി പകരം തന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് ഈ പടം ഞാൻ സംവിധാനം ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്ക് ചെലവ് വെറും 5,000. സാർ, ഓ, ഈ ലോ കോസ്റ്റ് കുഞ്ഞപ്പന് വരെ എന്താ വില? എടോ കഞ്ഞി പ്രൊഡ്യൂസറെ, എന്നാ തന്റെ ഈ പടം തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് വ്യാജ CD ആയിട്ട് ഇറങ്ങി താൻ കുത്തുവാളെടുത്ത് പോട്ടെ. ഓ, അങ്ങനെ പ്രാകാതടോ കുഞ്ഞപ്പ. എടോ, തനിക്കറിയൂ, എന്റെ കഴിഞ്ഞ പടത്തിനും ഇതേ ഗതിയായിരുന്നു. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജൻ വന്നടോ. ഓ, പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജൻ വന്നടോ. സൂപ്പർ സ്റ്റാർ ഉള്ളൊരു ആക്ഷൻ ഫിലിമെടോ, അതും സൂപ്പർ സ്റ്റാർ ഉള്ളൊരു ആക്ഷൻ ഫിലിമെടോ. ഞാൻ കോടികൾ മുടക്കി എടുത്ത പടമെടോ. കിടില നടനം നടത്തുവാൻ തെലുങ്കു നടിയെ വിളിച്ചടോ. അവള് കിടന്ന് വെറുതെ കുലുങ്ങി ലക്ഷങ്ങൾ പൊട്ടിച്ചടോ. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജൻ വന്നടോ. താരങ്ങൾ വന്നെത്തി ലൊക്കേഷൻ കണ്ടെത്തി ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അവിടെല്ലാരും ചൊല്ലി ഇത് സൂപ്പർ ഹിറ്റാകും. ന്യൂയോർക്കിൽ സെറ്റിട്ട് ഇംഗ്ലീഷ് ട്യൂണിട്ട സോങ്ങും ചേർത്തതല്ലേ. ഒരു ഹോളിവുഡ് സ്റ്റണ്ട് മാസ്റ്ററെ കൊണ്ടുവന്നില്ലേ. എന്റെ ബെൻസ് വിറ്റു ഞാൻ, വൈഫിൻ ഗോൾഡും വിറ്റു ഞാൻ. പടമിറക്കാൻ വിടും മുടക്കി ഒരു 1.5 കോടി കൂടി. എന്റെ പുതിയ പടത്തിൻ CD വന്നടോ, ഞാൻ എടുത്ത പടത്തിൻ വ്യാജൻ വന്നടോ. പ്രിവ്യൂവിന്റെ ഗസ്റ്റെല്ലാം വന്നെത്തി മൂവി തുടങ്ങിയപ്പോൾ അവരെല്ലാരും ചൊല്ലി ഇത് CD-യിൽ കണ്ടതല്ലേ. കാര്യമറിഞ്ഞപ്പോൾ വാട്ട് പിടിച്ചു ഞാൻ, പൊട്ടിക്കരഞ്ഞു പോയി. പിന്നെ എല്ലാരെയും തല്ലി ഞാൻ മുണ്ടു പറിച്ചെറിഞ്ഞു. മെന്റൽ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയതോ. 2 ഷോക്കും തന്നു ചെവിയിൽ, ഇപ്പോൾ ചെമ്പരത്തി പൂവ. പുതിയ പടത്തിൻ വ്യാജൻ വന്നടോ, സൂപ്പർ സ്റ്റാർ ഉള്ളൊരു സൂപ്പർ ഫിലിമെടോ. ഒടുക്കമെനിക്ക് ഭ്രാന്ത് പിടിച്ചടോ. അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോഴോർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും, എൻ മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ.
അച്ഛന്റെ കയ്യിൽ പിടിച്ച് പണ്ട് ഞാൻ 1-ാം ക്ലാസ്സിൽ പോയതോർക്കുന്നു. പുസ്തക സഞ്ചിയും തൂക്കി അച്ഛന്റെ കയ്യിൽ പിടിച്ച് പണ്ട് ഞാൻ 1-ാം ക്ലാസ്സിൽ പോയതോർക്കുന്നു. പൊന്നോണ നാള് വന്നപ്പോൾ അച്ഛനൊന്നു വാങ്ങിച്ച് തന്ന പൊന്നോണ കൊടി അണിഞ്ഞതും ഓർത്തിടുന്നു ഞാൻ. സന്തോഷമോടെ അതെല്ലാം ഓർത്തിടുന്നു ഞാൻ. കുഞ്ഞുനാളിൽ അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോഴോർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും, മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ. അന്തിക്ക് അച്ഛൻ വരുമ്പോൾ വാടിയ വാഴലക്കൂമ്പിൽ മാമ്പഴം കൊണ്ടുവരുന്നതും ഓർത്തിടുന്നു ഞാൻ. അന്തിക്ക് അച്ഛൻ വരുമ്പോൾ വാടിയ വാഴലക്കൂമ്പിൽ മാമ്പഴം കൊണ്ടുവരുന്നതും ഓർത്തിടുന്നു ഞാൻ. അച്ഛനോടൊത്തു കഴിഞ്ഞ അന്നത്തെ നല്ല ദിനങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലോടി വന്നിടും. അച്ഛനെ കണ്ണു നിറയെ ഞാൻ കണ്ടിടും. കുഞ്ഞുനാളിൽ അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോഴോർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും, മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ. എവിടാ നോക്കിയാലും മൊബൈൽ ഫോണാണ്. ഇത് സ്ഥാനത്താണോ അസ്ഥാനത്താണോ ഉപയോഗിക്കേണ്ടതെന്ന് ഇത് ഉപയോഗിക്കുന്ന പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ദാ ഈ ഹോസ്പിറ്റലിലും അത് തന്നെയാണ് സംഭവിച്ചത്. അയ്യോ അയ്യോ എന്റെ നടുവൊടിഞ്ഞേ, അമ്മേന്റെ കാലൊടിഞ്ഞേ. ചേട്ടാ ഒരു ആക്സിഡന്റ് കൊളത്തി വീണതാ. എങ്ങനെ വീണത്? മൊബൈൽ ഫോൺ വന്നപ്പോ പുള്ളി റേഞ്ച് അന്വേഷിച്ച് പറമ്പിൽ നടന്നതാ, പൊട്ടക്കുളത്തി വീണു. ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തിയേറ്ററിലേക്ക് കയറ്റി കൃത്രിമ ശ്വാസം കൊടുക്കാം. എന്റെ പൊന്ന് ചേട്ടാ, കാശ് ഇത്തിരി കൂടുതലാളും കുഴപ്പമില്ല, ഒരു കൃത്രിമവും വേണ്ട, ഒറിജിനൽ ശ്വാസം കൊടു. ഹലോ, അതെ സുഗുണന, എന്താ ഈ പറയണ? എന്റെ കയ്യിൽ കാശില്ല. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഇവിടെ നടക്കില്ല. എന്ത് നടക്കില്ല? എടോ ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിശബ്ദത പാലിക്കണം, അല്ലാതെ ഫോൺ ചെയ്ത് ബഹളം ഉണ്ടാക്കരുത്. ഇപ്പൊ ഫോൺ ചെയ്ത് ഞാനും ബഹളം ഉണ്ടാക്കുന്ന സിസ്റ്റർ ആണല്ലോ. എടോ താൻ ICUവിന്റെ മുമ്പിൽ കിടന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്. അത് അകത്ത് കിടക്കുന്ന പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ അത് ശരി. ICUവിന്റെ അകത്ത് കിടക്കുന്ന എന്റെ അപ്പനാണ് എന്നെ ഫോൺ വിളിച്ചത്. മൊബൈലിന്റെ ബില്ലടച്ചില്ലെങ്കിലേ ഫോൺ കട്ടായി പോകുന്നു. മുടിഞ്ഞ മൊബൈൽ ഫോൺ, എന്ത് കഷ്ടാണ് എന്റെ ഈശ്വര. ചേച്ചി ഒരിക്കലും അങ്ങനെ പറയരുത്. എനിക്കൊരു ശല്യമില്ല. ചേച്ചി ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താ? ഉദാഹരണത്തിന് എന്റെ ചേച്ചിക്ക് വെറുതെ ഇരിക്കുമ്പോ ചേട്ടന്റെ അമ്മയ്ക്ക് വിളിക്കാം. ചേട്ടൻ വെറുതെ ഇരിക്കുമ്പോ ചേച്ചിയുടെ അമ്മയ്ക്ക് വിളിക്കാം. ചേച്ചി വീട്ടിലില്ലാത്തപ്പോ ചേട്ടൻ അയൽവക്കത്ത് ആരെങ്കിലും വിളിക്കാം. പിന്നെ ചേട്ടനില്ലാത്തപ്പോ ചേച്ചിക്ക് എന്നെ വിളിക്കാം. ഇങ്ങനെയൊക്കെ അല്ലയോ ഓരോ ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. ഇനി ബന്ധം ഉടലെടുത്താൽ തന്റെ കുടല് ഞാൻ എടുക്കും. തെണ്ടി ഓരോരോ നമ്പറായിട്ട് ഇറങ്ങിയേക്കണം. ഒരു നമ്പർ ഉണ്ട്, തരട്ടെ. 94470. അയ്യോ അതെ ഡോക്ടർ. പിന്നെ തരാം. സിസ്റ്റർ ലില്ലി, എന്ത് പറ്റി ഡോക്ടർ? ഒന്നിങ്ങ് വരൂ പ്ലീസ്. എന്താ? ഈശ്വര, ആ ഡോക്ടർ കോരയും ആ സിസ്റ്റർ പാരയും തമ്മിൽ എന്താണാവോ സംസാരിക്കുന്നത്? എന്റെ അപ്പൻ എന്ത് സംഭവിച്ചോ ആവോ? ഡോക്ടർ എന്തായി പറയുന്നത്? നമ്മൾ ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ഇനി സിസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കൂ. ഞാൻ വിളിച്ചു നോക്കി, ഒരു അനക്കവും ഇല്ല ഡോക്ടർ. ഒന്നുകൂടി വിളിച്ചു നോക്കൂ. ഡോക്ടർ ഞങ്ങൾ 3-4 പേര് മാറി മാറി വിളിച്ചു നോക്കി, പക്ഷെ ഒരു അനക്കവും ഇല്ല. ഈശ്വര, ചതിച്ച എന്റെ അപ്പൻ എന്ത് പറ്റി? എന്റെ അപ്പം മരിച്ച. തന്റെ അപ്പം മരിച്ചെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ മരിച്ചില്ലേ? അപ്പൊ ഡോക്ടർ വിളിച്ചിട്ട് ഒരു അനക്കില്ല എന്ന് പറഞ്ഞതാ. എടോ അതെ, എന്റെ മൊബൈൽ ഫോൺ കാണാനില്ല, അതിലേക്ക് ഇവരൊക്കെ വിളിച്ചിട്ട് യാതൊരു അനക്കൂല്ല എന്നാ പറയുന്നത്. അപ്പൊ എന്റെ അപ്പന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ? അപ്പന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നിക്കെട്ടും കഴിഞ്ഞു. ഡോക്ടർ ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിക്ക് ഒരു വല്ലാത്ത വിറയലോ? ഈ തുടർച്ചയായിട്ട് വിറയ്ക്കുന്നു? ഇല്ല, തുടർച്ചയായിട്ടൊന്നുമില്ല. എന്നാലും ഈ വിട്ട് വിട്ട് ഒരു വല്ലാത്ത ഒരു വൈബ്രേഷൻ. വൈബ്രേഷൻ? ഓ വൈബ്രേഷൻ, കിട്ടി, പിടികിട്ടി.
എന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പിടികിട്ടി. സിസ്റ്റർ ലില്ലി, യെസ് ഡോക്ടർ. അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും. ദൈവമേ, അതെന്തിനാ? എന്തിനാണെന്നാ? എടാ തെണ്ടി, നിന്റെ അപ്പന്റെ വയറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണതേ എന്റെ മൊബൈൽ ഫോണാടാ. ഇഷ്ടമുള്ളോര് വാങ്ങും സെൽഫോൺ, കഷ്ടമുള്ളോര് വാങ്ങും സെൽഫോൺ, കുഷ്ഠരോഗിക്കും ഇഷ്ടം സെൽഫോൺ. മരണ വീട്ടിൽ ചെന്നിടുമ്പോൾ പലരും സൈലന്റ് ആയിടുമ്പോൾ അലറിടുന്നു മുടിഞ്ഞ സെൽഫോണിൽ. സെൽഫോണിലായുള്ള ചെറു ക്യാമറ, സ്ത്രീകൾ അതിനുള്ളിൽ പതിയുന്നടോ. പിള്ളേർ പഠിക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും സെല്ലിൻ മണിനാദം മുഴങ്ങുന്നടോ. കൂടിനുള്ളിൽ ചെയ്ത പാപം ചൊല്ലിടുമ്പോൾ ലോഹക്കുള്ളിൽ ഫോൺ ചിലയ്ക്കുന്നു. ഇഷ്ടമുള്ളോര് വാങ്ങും സെൽഫോൺ, കഷ്ടമുള്ളോര് വാങ്ങും സെൽഫോൺ, കുഷ്ഠരോഗിക്കും ഇഷ്ടം സെൽഫോൺ. മരണ വീട്ടിൽ ചെന്നിടുമ്പോൾ പലരും സൈലന്റ് ആയിടുമ്പോൾ അലറിടുന്നു മുടിഞ്ഞ സെൽഫോണിൽ. എനിക്ക് മുന്നേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്ക് മുന്നേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി.
ചേലത്ത മാൻമിഴി കണ്ണാണ് പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ് ചേലത്ത മാൻമിഴി കണ്ണാണ് പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ് എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി ഓലക്കുടിലിന്റെ ഓമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ് ഓലക്കുടിലിന്റെ ഓമന ചന്തത്തിൽ ആടിപ്പാടും കുയിലാളാണ് മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ് മറയത്തിരിക്കണ മാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മെയ്യാണ് എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി ഉൾക്കണ്ണുകൊണ്ടു ഞാൻ സുന്ദരി പെണ്ണിനെ കണ്ടതും കണ്ടു ഞാൻ മോഹിച്ചതും ഉൾക്കണ്ണുകൊണ്ടു ഞാൻ സുന്ദരി പെണ്ണിനെ കണ്ടതും കണ്ടു ഞാൻ മോഹിച്ചതും കണ്ണില്ല എങ്കിലും കരളില്ലേ ഈ അന്തന്റെ സുന്ദരി പെണ്ണല്ലേ കണ്ണില്ല എങ്കിലും കരളില്ലേ ഈ അന്തന്റെ സുന്ദരി പെണ്ണല്ലേ എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി ഒരു ചായ ഒരു കടി ഒരു നേരം മനുഷ്യന് കട ഏതായാലും കടി നന്നായാൽ മതി ജാതി ചോദിക്കരുത് പറയരുത് പറ്റുമെങ്കിൽ പറിച്ചു കൊണ്ടുപോയിക്കോളണം മനസ്സിലായില്ലേ എടോ ജാതിത്തെ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്തതായി വിഡ്ഢികളെ പോലെ ജാതിയുടെ പിന്നാലെ ഓടാനൊന്നും നമ്മളെ കിട്ടുന്നില്ല എന്താ തിരുമേനി ഓടണത് വീട്ടിൽ ആർക്കെങ്കിലും ആപത്തുണ്ടായോ കുടുംബത്തിന് യാതൊരു ആപത്തുണ്ടായില്ല സമുദായത്തിനാ എന്താ സംഭവിച്ചെന്ന് വെച്ചാ അങ്ങോട്ട് തെളിച്ച് പറയാ ഇനി പറയാനൊന്നുമില്ല ചെയ്യാനേ ഉള്ളൂ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടക്കാൻ പാടില്ല എന്ത് നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ പള്ളി പണിയണു ആണോ ശിവ ശിവ എടാ കുമാര എന്താ രാഘവ നാരായണ സതീശ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് ഓടി വാടാ കഴിഞ്ഞു അച്ഛോ അറിഞ്ഞില്ലേ പള്ളി പണിയാൻ സമ്മതിക്കില്ലെന്ന് സമ്മതിക്കില്ലെന്നോ അതങ്ങ് പള്ളി പറഞ്ഞാ മതി അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് പറഞ്ഞത് പള്ളി പണിയാണ് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പള്ളി പണിഞ്ഞിരിക്കും കപ്പ്യാരെ മണിയടിച്ചാളി കൂട്ടുക കുര്യാക്കോസ് മാർക്കോസ് ലാസറ് ജോസഫ് ചാക്കോ ഓടി വാടാ ഇതെന്താ ഓണം പ്രമാണിച്ച ആളുകൾ കയ്യിൽ ആയുധങ്ങളായി അമ്പലത്തിന് മുന്നിൽ കൂടിയിട്ടുണ്ടല്ലോ ചേട്ടാ എന്താ പ്രശ്നം ഹൈ മാവേലി അറിഞ്ഞില്ലേ അമ്പലത്തിന്റെ മുമ്പില് പള്ളി പണിയണു ശിവ ശിവ അങ്ങനെയോ അത് ശരിയല്ലല്ലോ അതെ പള്ളി പണിയണമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ പള്ളി പണിഞ്ഞിരിക്കും മാവേലി ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട മനസ്സിലായ എന്നാ അത് കണ്ടിട്ടേ കാര്യമുള്ളൂ ധൈര്യം ഉണ്ടെങ്കിൽ പണിയടാ യുദ്ധം നടക്കും യുദ്ധം നിർത്താനാ പറഞ്ഞേ അച്ഛനും നിർത്തും നമ്പൂരി നിർത്ത് ഇവിടെ പള്ളി പണിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പള്ളി പണിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ ഇവിടെ പള്ളി പണിയണമെന്ന് പറയടാ എന്നോട് പറഞ്ഞ മാധവനാണ് എന്നോട് പറഞ്ഞത് പാത്രോസാണ് എന്നോട് ആരും പറഞ്ഞില്ല ഞാൻ ഇടി കാണാൻ വേണ്ടി വന്നതാ നമ്പൂതിയോട് ആരാ പറഞ്ഞേ ഇല്ല തപ്പല്ല അല്ലാണ്ട് ആരാ എന്നോട് പറഞ്ഞ കാതറ ഈ സ്ഥലത്തിന്റെ ഓണർ അതെ ഞമ്മളാണ് പറഞ്ഞത് ഇവിടെ പള്ളി പണിയണമെന്ന് ഞമ്മള് പറഞ്ഞ പള്ളി പണിതിരിക്കും ശിവ ശിവ അപ്പൊ ഇവരുടെ പള്ളിയാ അല്ലേ അതെ എന്റെ സ്ഥലത്ത് പള്ളി പണിയണത് കൃഷി ചെയ്യാനാ എന്തേ കേക്കണേ കൃഷി ചെയ്യാൻ പള്ളി പണിയേ എന്റെ പൊന്നു മാവേലി ഈ പള്ളി പള്ളി എന്ന് പറയുമ്പോ ഇവരുദ്ദേശിക്കുന്ന പള്ളിയല്ല ഈ പള്ളി എടാ പള്ളി എന്താ തമ്പ്രക്ക ദേ ഈ പുള്ളിയാണ് നമ്മുടെ സ്ഥലത്ത് പണിയെടുക്കണ പണിക്കാരൻ പള്ളി പറഞ്ഞു കൊടുക്കണ പള്ളി എന്റെ പേര് പള്ളിയിലും എന്റെ പെങ്ങളുടെ പേര് വള്ളിന്ന് വിട്ടതപ്പോ എന്റെ കുറ്റമാണ് നിങ്ങൾ ആര് പണിയെന്ന് പറഞ്ഞാലും ഈ പള്ളി പണിയും എനിക്ക് ജീവിക്കണ്ടേ തമ്പ്ര ഈ പള്ളിയുടെ ഒരു കാര്യം അതെ ഈ ജാതിയും മതമൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അല്ലാതെ പരസ്പരം തല്ലുണ്ടാക്കാൻ ഉണ്ടാക്കിയതല്ല ഇതാ പറഞ്ഞത് കാളെ പെറ്റൊന്നു കേൾക്കുമ്പോഴേ കയറെടുക്കരുതെന്ന് അവിടെ കയറെടുക്കാൻ
പറയുന്നു അവിടെ കാള പറ്റുന്ന തോന്നണേ. കാള പറ്റതൊന്നുമല്ല, ചാണ്ടി വെള്ളം അടിച്ചു വന്ന് അവിടെ പൂരം തുടങ്ങിയൊക്കെയാണ്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിടമയ്യത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. ചെത്ത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കള്ള് കൊടുത്തത് ചെല്ലപ്പൻ. ചാണ്ടിട പെണ്ണിനെ പറ്റി ഒരേഷണി കൂട്ടി മെനഞ്ഞത് വല്യപ്പൻ. അത് നിന്റപ്പൻ. അത് കേട്ട് നടു റോഡിൽ നിന്നൊരുപാട് ഭരണിപ്പാട്ടുകൾ തറവാടി ചാണ്ടിച്ചൻ പാടി. ഉടുമുണ്ടും തലയിൽ കെട്ടി തിരുവാതിര ചോടും വച്ച് കടവാവല് പോലവനോടി. അരിശം തീർത്തത് ഭാര്യയുടെ മുതുകത്ത്, ഭാര്യ തിരിച്ചു കൊടുത്തത് മോന്തയ്ക്ക്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. തേങ്ങ പൊതിക്കണ പാരയെടുത്ത് അവളും വീക്കി ഒരു വീക്ക്. ചരവയെടുത്ത് കറക്കി എറിഞ്ഞത് കൊണ്ടത് ചാണ്ടിട നെഞ്ചത്ത്. ഇത് കണ്ട് രസിക്കാനായി അയൽവാസി വർക്കിച്ചേട്ടൻ ഗമയോടെ ആ രംഗത്തെത്തി. ചാണ്ടീരെ നേരെ എറിഞ്ഞ് പൊതിക്കാത്ത തേങ്ങയൊരെണ്ണം വർഗീടെ നേർക്ക് പാഞ്ഞു. ചെന്ന് പതിച്ചത് വർക്കിട മർമ്മത്ത്, കുടുകൂടെ ചാണ്ടി കുടിച്ചുടൻ സർബത്ത്. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ചു കിറുങ്ങിയ നേരത്ത്. എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവവ, ഭരതന് പേരിലുറ്റപ്പിന്നു വിളിച്ചും, ഭരതന് പേരിലുറ്റപ്പിന്നു വിളിച്ചും. എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവവ, ഭരതന് പേരിലുറ്റപ്പിന്നു വിളിച്ചും, ഭരതന് പേരിലുറ്റപ്പിന്നു വിളിച്ചും. എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവവ. ഓടിയൽ വീരും ടൗസറിൽ മുള്ളും, ഓടിയൽ വീരും ടൗസറിൽ മുള്ളും. തുമ്പിയെ കണ്ടാൽ പിന്നാലെ പായും. ഓടിയൽ വീരും ടൗസറിൽ മുള്ളും,
ഭരതെന്ന് പേരിലുട്ടപ്പിന്ന് വിളിച്ചും എനിച്ചും ഉണ്ടൊരു ഉണ്ണിവാവ. അച്ഛനെ കണ്ടാൽ മുത്തം കൊണ്ടു നിറയ്ക്കും, അച്ഛനെ കണ്ടാൽ മുത്തം കൊണ്ടു നിറയ്ക്കും, അമ്മയെ കണ്ടാൽ അമ്മിഞ്ഞയ്ക്കായി കരയും, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിച്ചും, ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിച്ചും, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ചേതന്റെ പൊന്നുമോൻ ചാലുറങ്ങേ. അനിത്തിനെ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലും, അനിത്തിനെ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലും, എന്നെ കണ്ടാൽ കുഞ്ഞവാ കുടുകുട ചിരിച്ചു, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിക്കും, ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിക്കും, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ചാലക്കുടി പുഴയും കരകവിഞ്ഞൊഴുകി, കല്ലിങ്കയറ്റത്ത് ഞാൻ കണ്ണു നട്ടു നിന്നെ, മലവെള്ളപ്പാച്ചലിൽ കുഞ്ഞിവാവി ഞാനും കുളിക്കുവാൻ ഇറങ്ങിയ നേരത്തെന്റെ വാവ, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ഒന്നു മുങ്ങി നിവർന്ന് ഞാൻ കുഞ്ഞിവാവ എവിടെ, കല്ലിങ്കായം ചാദിച്ചെന്റെ ലുട്ടപ്പിയ മുന്നിയെ, കണ്ണിൽ നിന്ന് കൂടുകൂട ചൂട് കണ്ണീരൊഴുകി, തെറ്റയിൽ ഞാൻ പിന്നിൽ നിന്ന് കുഞ്ഞിവാവ വന്നില്ല, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിച്ചും, ഭരതെന്ന് പേരിലുട്ടപ്പിന്നു വിളിച്ചും, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ, എനിച്ചും ഉണ്ടൊരു കുഞ്ഞുവാവ. സത്യത്തിൽ കേരള രാഷ്ട്രീയം കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും ജനത്തിന് വെറുത്തു. എങ്കിലും ഇടയ്ക്കൊക്കെ ഇവരുടെ രഹസ്യ സംവാദങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒരു രസം തന്നെയല്ലേ? എല്ലാ മാന്യ പ്രേക്ഷകർക്കും കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടിയിൽ ഇന്ന് കൂലങ്കഷമായ ഒരു ചർച്ചയാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ പല പ്രമുഖ വ്യക്തികളും ഇന്നത്തെ കണ്ണുകടിയിൽ പങ്കെടുക്കുന്നു. ആദ്യമായി കടന്നു വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏഷണി ആചാര്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡറാണ്. നമസ്കാരം. കേരളീയരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാനെങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ലീഡർ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനും എത്തിയിട്ടുണ്ട്, കെ ചുരളീധരൻ. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ട്. അതറിയാം, അച്ഛനെയും കൊണ്ടു പോകുള്ളൂ അല്ലേ? ആരാ പാട്ടിട്ടത്? അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആ പാട്ടിട്ടത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ടിപ്പം നിർത്തണം. പാട്ട് നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങളുടെ ആ പാർട്ടി നിർത്തിയാലേ തൻ്റെ അച്ഛൻ്റെ വേദന മാറും. ആ DIC എന്നുള്ള പേര് മാറ്റി അതൊന്ന് തിരിച്ച് CID നാക്കി നോക്ക്, നല്ല പണി കിട്ടും. അല്ല മുഖ്യമന്ത്രി സാറേ, ചാണ്ടി സാറിന്റെ ഭരണകാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിനും ലോക്കപ്പ് മരണത്തിനുമെതിരെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയവരല്ലേ നിങ്ങൾ? ഇപ്പം നിങ്ങളുടെ ഭരണം തുടങ്ങി കുറച്ചു കാലത്തിനിടയ്ക്ക് കേരളത്തിൽ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ടെന്താ അങ്ങ് ഇതുവരെ പ്രതികരിക്കാത്തെ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാണോ? ആണ്. എന്നാൽ അധികാരം വല്ലതുമുണ്ടോ? ഇല്ല. ആഭ്യന്തരമില്ല, ധനകാര്യമില്ല, ഒരു കാര്യവുമില്ല. അത് കൊള്ളാം.
അത് കൊള്ളാം. അല്ല ചുരുളി മോനെ, ഈ അടുത്ത ദിവസം അച്ഛൻ താങ്കളോട് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു കേട്ടല്ലോ. അച്ഛൻ അങ്ങനെ പറയില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഞാൻ വേണ്ടാന്ന് വെക്കും. ചെയർമാൻ സ്ഥാനോ? അല്ല, അച്ഛനെ. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പപ്പിമോള് വന്നില്ലേ? ഇന്നവൾക്ക് വരാൻ പറ്റില്ല. ഇന്നല്ലേ കറണ്ട് കാശ് അടയ്ക്കുന്ന ദിവസം. ഇപ്പോൾ എല്ലാ മാസവും അവൾ കൃത്യമായി കറണ്ട് കാശ് അടയ്ക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, താങ്കൾ ഉണ്ടാക്കിയ പാർട്ടി 18 സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റല്ലേ ലഭിച്ചുള്ളൂ. അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഞാൻ പാർട്ടി ഉണ്ടാക്കിയിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. 1 വയസ്സുള്ള കുട്ടിക്ക് ഹരിമുരളീദേവൻ പാടാൻ പറ്റില്ലല്ലോ. അവന് ഒന്നിനു പോകാനല്ലേ പറ്റൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. നമ്മൾ രണ്ടുപേരും ഭരിച്ചപ്പോൾ കേരളം സ്വർഗമായിരുന്നു. നമ്മൾ രണ്ടുപേരെയും ചവിട്ടിത്താഴ്ത്തി. മാവേലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി, എന്നെ ഈ ഇരിക്കുന്ന വാനരന്മാർ ചവിട്ടിത്താഴ്ത്തി. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കാം. അതിന്റെ ആദ്യ ചർച്ചയ്ക്കായി ഞാൻ പാതാളത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലു കൂടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഏത് പഴഞ്ചൊല്ല്? പാപി ചെല്ലുന്നിടം പാതാളം. എന്തൊക്കെയായാലും രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന കപട രാഷ്ട്രീയക്കാരേക്കാൾ മിടുക്കന്മാരായ കള്ളന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വേഷം കോട്ടും ചൂട്ടാ. സ്യൂട്ടും കോട്ടും ധരിച്ച് ടൈയും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടടേ. കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടേ. ബ്രാൻഡി കുപ്പി എടുത്ത് 2 അങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടി. പിന്നാലെ ഒച്ചപ്പാടും പീക്കുത്താണടി. സ്യൂട്ടും കോട്ടും ധരിച്ച് ടൈയും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടടി. കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടി. ബ്രാൻഡി കുപ്പി എടുത്ത് 2 അങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടി. പിന്നാലെ ഒച്ചപ്പാടും പീക്കുത്താണടി. കണ്ടാലെന്തെന്ത് മാന്യൻ, നാട്ടിൽ വിലയുള്ള കേമൻ. പക്ഷെ തക്കം കിട്ടിയാൽ പെണ്ണുങ്ങളെ തോണ്ടൽ. കണ്ടാലെന്തെന്ത് മാന്യൻ, നാട്ടിൽ വിലയുള്ള കേമൻ. പക്ഷെ തക്കം കിട്ടിയാൽ പെണ്ണുങ്ങളെ തോണ്ടൽ. കുടിക്കേയില്ല, ചിലർ വലിക്കേയില്ല. പക്ഷേ വിശ്വസിച്ച് വീട്ടിൽ കേട്ടിയാൽ ഈ മാന്യന്മാർ കുടുംബം തോണ്ടി കൊളമാക്കി തരും. 10-ാം മാസം സർവന്റിനൊരു കുഞ്ഞിക്കാൽ നൽകും. സൂട്ടും കോട്ടും ധരിച്ച് ടൈയും കെട്ടി നടക്കും ജെന്റിൽമാൻമാർ നാട്ടിലുണ്ടടി. കാശുള്ളോളെ വളച്ച് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ ഗെറ്റപ്പാണടി. ബ്രാൻഡി കുപ്പി എടുത്ത് 2 അങ്ങടിച്ചാൽ ചെറ്റത്തരം നാക്കത്താണടി. പിന്നാലെ ഒച്ചപ്പാടും പീക്കുത്താണടി. സാരി വാങ്ങിത്തരാം, നീണ്ട കരാമുണ്ട് തരാം. നീ വരുമോ എന്റെ കൂടെ മാറ്റിനി കാണാൻ? നീല സാരി വാങ്ങിത്തരാം, നീണ്ട കരാമുണ്ട് തരാം. നീ വരുമോ എന്റെ കൂടെ മാറ്റിനി കാണാൻ? നാണമില്ലേ മാനമില്ലേ നാട്ടുകാരു കേൾക്കയില്ലേ നാവടക്കിമോ നടക്കൻ മട്ടുമാറിടും. നാണമില്ലേ മാനമില്ലേ നാട്ടുകാരു കേൾക്കയില്ലേ നാവടക്കിമോ നടക്കൻ മട്ടുമാറിടും. നീല സാരി വാങ്ങിത്തരാം, നീണ്ട കരാമുണ്ട് തരാം. നീ വരുമോ എന്റെ കൂടെ മാറ്റിനി കാണാൻ? നീല സാരി വാങ്ങിത്തരാം, നീണ്ട കരാമുണ്ട് തരാം. നീ വരുമോ എന്റെ കൂടെ മാറ്റിനി കാണാൻ?
ചന്തം കണ്ട് ആടിടേണ്ട കണ്ണൻ ചേമ്പേ ആണൊരുത്തൻ വേറെയുണ്ട് ആൾ കൊളമ്പില എന്റെ മേനി ചന്തം കണ്ട് ആടിടേണ്ട കണ്ണൻ ചേമ്പേ ആണൊരുത്തൻ വേറെയുണ്ട് ആൾ കൊളമ്പില മുല്ലപ്പൂവ് മാല തരാം കുപ്പിവള വാങ്ങി തരാം 3:30 ഞാൻ വരാം നീ കാത്തിരിക്കാമോ മുല്ലപ്പൂവ് മാല തരാം കുപ്പിവള വാങ്ങി തരാം 3:30 ഞാൻ വരാം നീ കാത്തിരിക്കാമോ എന്റെ കെട്ടിൽ കണ്ടു മോൻ പനിച്ചു തുള്ളി ചാടിടേണ്ട പരിപ്പ ഈ കാലത്തിൽ വേവുകില്ലടാ എന്റെ കെട്ടിൽ കണ്ടു മോൻ പനിച്ചു തുള്ളി ചാടിടേണ്ട പരിപ്പ ഈ കാലത്തിൽ വേവുകില്ലടാ നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എന്റെ കൂടെ മാറ്റി നീ കാണാൻ നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എന്റെ കൂടെ മാറ്റി നീ കാണാൻ നിന്റെ വീട് ഞാൻ അറിയും നീ കിടക്കണ മുറി അറിയും ഇന്ന് രാത്രി ഞാൻ ചിലപ്പോ മുട്ടി വിളിക്കും നിന്റെ വീട് ഞാൻ അറിയും നീ കിടക്കണ മുറി അറിയും ഇന്ന് രാത്രി ഞാൻ ചിലപ്പോ മുട്ടി വിളിക്കും എന്റെ അടുത്തു വേല വേണ്ട ചൂലെടുത്തു ഞാൻ അടിക്കും മോന്ത നീര് വന്നിടുമ്പോൾ കോല മാറിടും എന്റെ അടുത്തു വേല വേണ്ട ചൂലെടുത്തു ഞാൻ അടിക്കും മോന്ത നീര് വന്നിടുമ്പോൾ കോല മാറിടും നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എന്റെ കൂടെ മാറ്റി നീ കാണാൻ നീല സാരി വാങ്ങി തരാം നീണ്ട കരാമുണ്ട് തരാം നീ വരുമോ എന്റെ കൂടെ മാറ്റി നീ കാണാൻ പടച്ചവൻ കൂട്ടിയെടുക്കുന്നതിനെ മനുഷ്യനായിട്ട് പിരിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ആമിനത്താത്തയും ബീരാനിക്കയും പിരിയാൻ തീരുമാനിച്ചു വാശി പിടിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഓർഡർ ഓർഡർ. വളരെ പ്രമാദമായ ബീരാൻ ആമിന വിവാഹമോചന കേസാണ് ഇന്ന് ഈ കുടുംബ കോടതി അവഗണനയ്ക്കെടുത്തിരിക്കുന്നത്. വാദം ആരംഭിക്കാം. ഒരു പോക്ക് വീട്ടിൽ ഒളിച്ചോടിപ്പോയ പോക്കരി കാക്കാട് അവിഹിത ബന്ധത്തിലെ മകൻ ബീരാൻ ഹാജരുണ്ടോ 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 പഠിച്ചോനെ ഇത് ബയോഡാറ്റ മൊത്തം വിളിച്ചു പറയണ്ടല്ലോ. അല്ലോ നമ്മള് മാത്രമേ ഉള്ളൂ, ആര്യാരില്ല. വെടിക്കെട്ട് പറമ്പിൽ കഫക്കെട്ട് മമ്മദിന്റെ മകൾ എന്നറിയപ്പെടുന്ന ആരാന്റെ മകൾ ആമിന ഹാജരുണ്ടോ 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 അമറണ്ട ഞമ്മള് സുബൈ കഴിഞ്ഞപ്പോ വന്ന് നിൽക്കണ അവിടെ. ബീരാൻ, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ, നുണ പറയാൻ വേണ്ടി വക്കീലിനെ കൊണ്ടുവന്നുണ്ട്. ആമിന, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിടിച്ച് കോടതിയുടെ പുറകിലേക്ക് നിർത്തേണ്ടി വരും. വാ പൊളിച്ച നുണ പറയുള്ളൂ ശൈത്താൻ. കള്ള കാഫറ. ഇത്താ, ഇത് കോടതിയാണ്. നിന്നോടല്ല ഹിമാറ, ഈ നിൽക്കണ കാക്കാനോട് പറഞ്ഞാണ്. സൈലൻസ് പ്ലീസ്. കോടതി ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചോ? എന്റെ പൊന്നു കോടതി, ഈ മുതലിന്റെ കൂടെ ജീവിക്കണേലും ഭേദം വല്ല മുതലയുടെ വായിൽ തല വെച്ചു കൊടുക്കുന്നതാ. ആമിന, ബീരാനോടൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച് ആമിനയുടെ അഭിപ്രായം എന്താണ്? ചുമ്മാ ചത്ത പാമ്പിനെ എടുത്ത് തോളത്തിട്ടതുപോലെയല്ലേ ഇയാളുടെ കൂടെയുള്ള ജീവിതം. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അറ്റ്ലീസ്റ്റ് ഒരു പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ ചുറ്റി പിണഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആമിന, നിങ്ങൾക്ക് ഈ ബീരാനുമായി പിരിയണം എന്ന് തോന്നി തുടങ്ങിയത് ഇന്നു മുതലാണ്. പറയാൻ കോടതി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു നമ്മുടെ നിക്കാഹ്. കൂട്ടുകാരികൾ പറഞ്ഞു തന്ന കുറെ മണിയറ രഹസ്യങ്ങളും കേട്ട് കോരി തരിച്ചാണ് നമ്മൾ ഒരു വെട്ട് ഗ്ലാസ് നിറയെ പാലുമായിട്ട് മണിയറയിലേക്ക് ലജ്ജാവതിയായിട്ട് കടന്നു ചെന്നത്. പാലും നേരെ നീട്ടി. അപ്പൊ ഈ നിക്കണ കൂരിമോറൻ ഞമ്മളോട് പറയാണ്, പാല് ഞമ്മക്ക് വേണ്ടടി, പിരിയൂന്ന്. അന്ന് തൊട്ടാണ് കോടതി ഇങ്ങേരുമായിട്ട് പിരിയണം എന്ന് നമ്മുടെ കൽബിൽ തോന്നി തുടങ്ങിയത്. അത് ശരി. മിസ്റ്റർ ബീരാൻ, നിങ്ങൾ എന്തിനാണ് ആദ്യ രാത്രിയിൽ മദ്യപിച്ചത്? എന്റെ കോടതി, നമ്മുടെ ബാപ്പയാണ് ഈ കല്യാണം കൊണ്ടുവന്നത്. നല്ല സുന്ദരിയാണ്, മിടുക്കിയാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിക്കാഹ് കഴിഞ്ഞ് താലി കെട്ടാൻ തട്ടം മാറ്റി നോക്കിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒട്ടകത്തിന് തട്ടം ഇടിയിച്ച പോലെ ഒരു തീ. അപ്പോഴല്ലേ സ്പീക്കറിൽ ഒരു പാട്ട് കേൾക്കുന്നത്, ഒട്ടകത്തെ കെട്ടിക്കോ കെട്ടിയോനെ തട്ടിക്കോന്ന്. അന്നാണ് ആ പാട്ടിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. കെട്ടിന്റെ ഞെട്ടല് മാറാൻ വേണ്ടി 2 എണ്ണം നമ്മൾ വിട്ട്, അതിന്റെ കെട്ടിറങ്ങാൻ വേണ്ടി പിറ്റേന്ന് 2 എണ്ണം വിട്ട്, അങ്ങനെ കെട്ടുവിടാൻ വേണ്ടി വിട്ട് 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 പെട്ടിയിലടക്കാറായി. മിസ്റ്റർ ബീരാൻ, ആമിനയും നിങ്ങളും തമ്മിൽ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത അതല്ല,
ഈ 5 കുട്ടികൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായെന്ന? അതൊരു പ്ലാവാകുമ്പോ എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ തന്നെ വളരണമെന്നില്ല. അത് പ്രകൃതി നിയമമാണ്. ഈ കേസിന്റെ വിധി അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. പഠിച്ചോനെ നീട്ടല്ലേട്ടാ, കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് കൊടുത്ത കേസാണിത്. നീട്ടി 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 മക്കൾ 5 ഇതിന്റെ വിധി ഇന്നെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിധി കണ്ടവരാരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ വിധി ഇപ്പോൾ തന്നെ പറയുകയാണ്. നീണ്ട 20 വർഷക്കാലം ജീവൻ പണയം വെച്ച് ആമിനയോടൊപ്പം ജീവിച്ച വീരാന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ആമിനയോട് ഈ കോടതി വിധിക്കുന്നു. പടച്ചോനെ, 50,000 രൂപ! 10 പോത്തിന് 30,000 ഉള്ളല്ലോ. പിന്നെയാണ് ഈ ആന്ത്രാക്സ് പിടിച്ച വെട്ടുപോത്തിന് 50,000 രൂപ. ആമിനത്താത്ത അങ്ങനെ അവസാനം ഡൈവേഴ്സ് ഒപ്പിച്ചല്ലേ? ഇനി എന്താ ഇത്തയുടെ അടുത്ത പ്ലാൻ? ഇനി ഞമ്മക്ക് സ്വസ്ഥായിട്ട് ഒരുത്തന്നെ നിക്കാഹ് കഴിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കണം. ആ മാവേലി, നല്ലൊരു പഹയന്റെ ആലോചന വന്നിട്ടുണ്ട്. അന്ത്രുക്കാക്ക, PK അന്ത്രുക്കാക്ക. ഏത്? ആ കറുത്തു മെലിഞ്ഞ് തടിച്ചു കൊടുത്ത അന്തർക്കയാ? അത് തന്നെ. പിടിച്ചതിനും വലുതാളേല് അന്തർക്കാള് ശരിയല്ല. എന്താ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ചിലർ തട്ടം കെട്ടി ചാലക്കുടി വച്ചേ ആളെ പിടികൂടി പൊക്കിയെടുത്ത് മരത്തി കെട്ടി ഷാർജാശേക്കാക്കി ദേവാണ്ടി പട പോലെ ആളുകളും കൂടി ചാപ്പി ചാപ്പി അന്ത്രൂക്കായെ ഇഞ്ചപ്പതമാക്കി. അന്ത്രൂക്കാക്ക 9 കെട്ടി റംലത്ത് ദൗലത്ത് കൗലത്ത് സീനത്ത് വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി. അമ്പട അമ്പട അമ്പടലമ്പട 5-6 പിന്നെ കെട്ടി ഐഷുമബാത്തുമ ചിലർ ചട്ടം കെട്ടി. പിടിക്കണ പോലെ ഒരുത്തൻ കുഞ്ചിയിൽ പിടിക്കൂടി. അന്ത്രുക്കാക്ക പല കുറിയലറി മുട്ടനിടി മുതുകത്ത് പതിച്ചു. ഒരുത്തൻ കൂമ്പിരിട്ട് തന്നെ ഒന്ന് തൊഴിച്ചു. അന്ത്രുവാ കുളിച്ച് നിന്ന് കണ്ണ് പിഴിച്ചു. വള്ളക്കാരോ ആ സമയത്ത് പേടച്ചു. പുള്ളി തൊള്ള തുറന്ന് തള്ളെ വിളിച്ചു. മൈക്കിൾ ജാക്സൺ കിടന്ന് കരഞ്ഞു വിളിച്ചു. രാഷ്ട്രീയക്കാരലറും പോലെ കൊണ്ടവർ 2 ഉരുണ്ട് കളിച്ചു. അന്ത്രുക്കായുടെ മർമ്മം നോക്കി വന്നവർ ഓടിയിടിച്ചു. ഒക്കിയെടുത്ത് കുനിച്ചു നിർത്തി അമ്മാൻ കൂത്ത് കളിച്ച് രസിച്ചേ. പൂവാലനം അന്ത്രുക്കായുടെ വാപ്പും കൂടെ മൊട്ടയടിച്ചു. ഏടാകൂടത്തിൽ ചാടി നമ്മുടെ അന്ത്രുക്ക. ഇടവഴികേറിത്തോടും ചാടി ഓടി അന്ത്രുക്ക. ഏടാകൂടത്തിൽ ചാടി നമ്മുടെ അന്ത്രുക്ക. ഇടവഴികേറിത്തോടും ചാടി ഓടി അന്ത്രുക്ക. ഡകടകടതോ. മകരമാസം വന്നെടുത്തില്ലേ, അതിനെന്താ? നല്ല മഞ്ഞു പെയ്തു കുളിരു കോരുന്നേ. മനസ്സിൽ നെയ്ത സ്വപ്നങ്ങൾ 100 എന്നെ മിന്നു ചാത്തിക്കൊണ്ടുപോണിന്ന്. നാളുമാസം നോക്കിയ നേരം അയ്യടാ, നല്ല പൊരുത്തമാടി കള്ളിപ്പെണ്ണേ. കുംഭമാസം പിറക്കട്ടെ പെണ്ണേ,
പോലെ തന്നെടി. കുംഭമാസം പിറന്നു വന്നാല് പിന്നെ നിശ്ചയിച്ച് കല്യാണം വിളിയും. നാളു നീളി അറിയും കല്യാണം, നമ്മൾ ഒന്നു ചേരും നേരം വന്നല്ലോ. നാടുനീളെ പന്തലും വേണം, അതിൽ 4 ചുറ്റും തോരണം വേണം. നാടുനീളെ പന്തലും വേണം, അതിൽ 4 ചുറ്റും തോരണം വേണം. വാഴക്കുല പടിയിൽ വെക്കണം, നല്ല നാദസ്വര മേളവും വേണം. വാഴക്കുല പടിയിൽ വെക്കണം, നല്ല നാദസ്വര മേളവും വേണം. മുന്നിൽ തന്നെ നിറവറ വേണം, പിന്നെ 7 തിരിയിൽ നിലവിളക്കൊന്ന്. മുന്നിൽ തന്നെ നിറവറ വേണം, പിന്നെ 7 തിരിയിൽ നിലവിളക്കൊന്ന്. പാടുവാനായി മണിയെ വിളിക്കണം, കൂടെ മാരുതിയുടെ കേസറ്റും വേണം. പാടുവാനായി മണിയെ വിളിക്കണം, കൂടെ മാരുതിയുടെ കേസറ്റും വേണം. സദ്യയൊരുക്കണം, പിന്നെ 4 തരം പായസം വേണം. അമ്പിസ്വാമി സദ്യയൊരുക്കണം, പിന്നെ 4 തരം പായസം വേണം. കുടില് തൊട്ട് കൊട്ടാരമല്ല, വന്ന് സദ്യ ഉണ്ട് പോകണം പെണ്ണേ. കുടില് തൊട്ട് കൊട്ടാരമല്ല, വന്ന് സദ്യ ഉണ്ട് പോകണം പെണ്ണേ. കാഞ്ചിപുരം പട്ടു സാരിയും, പിന്നെ എൻ കാല് 2 പാദസരവും, കൈവളയും കാപ്പ് വാങ്ങണം. വാങ്ങാം വാങ്ങാം. സാരിമാല നീട്ടിമാലയും, 5 വിരലിൽ മോതിരം വേണം, അതിൽ വൈരക്കല്ല് മോതിരം വേണം. കട്ടിയുള്ള കുടുക്കിമാലയും, പിന്നെ നെറ്റിയില് മാട്ടിയും വേണം. വാങ്ങാം പെണ്ണേ. മകരമാസം വന്നെടുത്തില്ലേ, നല്ല മഞ്ഞു പെയ്തു കുളിര് കോരുന്നേ. മനസ്സിൽ നെയ്ത സ്വപ്നങ്ങൾ 100, എന്നെ മിന്നു ചാത്തിക്കൊണ്ടു പോണെന്ന്.
മൂത്താങ്ങള മൂന്നും കെട്ടി